രാജസ്ഥാൻ അത്ര മികച്ച തുടക്കമൊന്നും അല്ല ലഭിച്ചത്. കാരണം രാജസ്ഥാൻ്റെ എക്കാലത്തെയും അല്ലെങ്കിൽ എല്ലാ മത്സരങ്ങളിലെയും ഹോപ്പ് എന്ന് പറയുന്നത് വൈഭവ് സൂര്യവംശി നൽകുന്ന ഒരു കിടിലൻ തുടക്കമാണ്. അപ്പോൾ വൈഭവ് സൂര്യവംശി പെട്ടെന്ന് മടങ്ങുന്നു. പിന്നീട് കത്തിക്കയറി നിന്നിരുന്ന ജയ്സ്വാൾ പെട്ടെന്ന് മടങ്ങുന്നു. പിന്നീട് ജുറലും ബാക്കിയുള്ളവരൊക്കെ സ്കോർ ചലിപ്പിക്കുന്നുണ്ടെങ്കിലും അത്ര വേഗത്തിലായിരുന്നില്ല സ്കോർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 160-170 ചുരുങ്ങുമെന്ന് വിചാരിക്കുന്ന ഒരു സ്കോറിനെയാണ് ആർച്ചർ വന്ന് ഒരു ക്യാമിയോ കളിച്ചിട്ട് 15 പന്തിൽ 32 റൺസോ എങ്ങാണ്ട്, അഥവാ 3 സിക്സും ഒരു 4ഉം പിറന്നിട്ടുണ്ട്. അങ്ങനെ 200 കടത്തുന്നത്. അപ്പോഴും ഒരു പക്ഷേ മുംബൈക്ക് ജയിക്കാവുന്നൊരു മത്സരമായിരുന്നു. പക്ഷേ ഈ ആർച്ചർ തന്നെയാണ് ആദ്യ ഓവർ എറിയാൻ വരികയും രോഹിത് ശർമ്മയെ 4ാമത്തെ പന്തിൽ പുറത്താക്കി ഒരു വലിയൊരു ബ്രേക്ക് ത്രൂ നൽകുകയും ചെയ്തത്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ആർച്ചർ ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ് വരിക എന്ന് വിചാരിക്കുന്നിടത്താണ് അനുപേട്ടൻ പറഞ്ഞ പോലെ റിയാൻ പരാഗ് ഒരു ചൂതാട്ടത്തിന് മുതിരുന്നത്. അങ്ങനെ നമാൻ ദിറിനെയും പുറത്താക്കിയിട്ടാണ് ആർച്ചർ ആ സ്പെല്ല് അവസാനിപ്പിക്കുന്നത്. പിന്നീട് ഈ 16ാം ഓവറിലേക്ക് വരുമ്പോൾ അവിടെ വിൽ ജാക്സും ഹാർദിക് പാണ്ഡ്യയും സൂര്യകുമാറൊക്കെ കളിക്കുന്ന സമയത്താണ് വീണ്ടും ആർച്ചർ വന്നിട്ട് ഹാർദിക് പാണ്ഡ്യയെ എടുത്തു പോകുന്നത്. ഹാർദിക് പാണ്ഡ്യ അവിടെ നിന്നിരുന്നെങ്കിൽ ഇന്നലെ മുംബൈ ജയിക്കാമായിരുന്നു. അപ്പോൾ 4 ഓവറിൽ 17 റൺസൊക്കെ വിട്ടുകൊടുത്തിട്ടാണ് ആർച്ചർ 3 വിക്കറ്റ് നേടുന്നത്. അപ്പോൾ അങ്ങനെ ആർച്ചറിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്നലത്തെ കളിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയാം. പിന്നെ റിയാൻ പരാഗിൻ്റെ ക്യാപ്റ്റൻസി എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ യാഷ് പൂഞ്ച അപ്പോൾ ആൾ താരതമ്യേന ഒരു വളരെ യുവതാരമാണ്. പക്ഷെ ആളൊക്കെ കൃത്യമായിട്ട് ഉപയോഗിച്ച് ബ്രിജേഷ് ശർമ്മയൊക്കെ അത്ര തന്നെ. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ബാക്കിയുള്ള പ്ലേ ഓഫിലെത്തിയ ടീമുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ ബൗളിങ്ങിൽ അത്ര ഡെപ്ത് ഒന്നും ഇല്ലാത്തൊരു ടീമാണ് രാജസ്ഥാൻ. പക്ഷെ ഉള്ള വിഭവങ്ങൾ ഉപയോഗിച്ച് റിയാൻ പരാഗ് നന്നായി ഉപയോഗിക്കുന്നു. ആ മത്സരത്തെ കൈക്കലാക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം.